ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, പന്നികൾ എപ്പോഴും താഴേക്ക് മാത്രം നോക്കി നടക്കുന്ന ജീവികളാണ്. അത് ചെളിക്കുണ്ടിലാണ് കഴിയുന്നത്, പലപ്പോഴും തീറ്റ അന്വേഷിക്കുന്നതും ചെളിയിലാണ്. അതുകൊണ്ടാണ് ഈശോ ഒരിക്കൽ പറഞ്ഞ്, പന്നികളുടെ മുമ്പിൽ നിങ്ങൾ മുത്തുകൾ ഇട്ട് കൊടുക്കരുത്, അത് ചവിട്ടി നശിപ്പിക്കത്തേ ഉള്ളൂ, ചിലപ്പോൾ നിങ്ങളെ ആക്രമിച്ചെന്നും വരാം. ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ചും ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുമൊക്കെ പലതും സംസാരിച്ചപ്പോഴും ജനങ്ങൾ പലതും മനസ്സിലാക്കിയില്ല. അവർ ലൗകിക മാനദണ്ഡം അനുസരിച്ചും ലോകത്തിൻ്റെതായ ചിന്താരീതിയിലും ഇങ്ങനെ താഴേക്ക് മാത്രം നോക്കുന്ന പന്നികളെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ പറഞ്ഞ മുത്തുകളൊന്നും അവർക്ക് ഗ്രഹിച്ചില്ല, പലതും അവർ തള്ളിക്കളഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും, നിങ്ങൾ ലോകത്തിൻ്റേതാണ്, ഞാൻ ലോകത്തിൻ്റേതല്ല എന്നൊക്കെ. കാരണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈശോ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തീർത്തും ലൗകികമായ താഴേക്ക് മാത്രം നോക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാക്കാൻ പാടാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ സംസാരവും ചിന്തകളുമൊക്കെ ഇങ്ങനെ താഴെ ലോകത്തിൻ്റേതായി മാറാറുണ്ട്. ദൈവികമായ ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം. യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 55:9 ദൈവം പറയുന്നുണ്ട്, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടെ ഇതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന്. അങ്ങനെ ഉയർന്ന തലത്തിൽ ചിന്തിക്കാനും ദൈവികമായ കാര്യങ്ങൾ സംസാരിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഈശോയെ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.